അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നതിനടുത്തുള്ളൊരു ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് മാർക്കറ്റാണ്. അപ്പോൾ അവിടുത്തെ തെരുവോര കാഴ്ചകളും അവിടുത്തെ പച്ചക്കറി മാർക്കറ്റ്, മീൻ സ്റ്റാള്, ഫിഷ് സ്റ്റാള് ഒക്കെ നമുക്കൊന്ന് കണ്ടുവരാം. അപ്പം അവിടെ നിന്നൊക്കെ പച്ചക്കറികളൊക്കെ കളക്ട് ചെയ്യുന്ന രീതിയും ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ആ മാർക്കറ്റിലെ തെരുവോര കാഴ്ചകളാണ്. ഇതൊക്കെ ഞങ്ങൾ നടക്കാൻ പോകുന്ന ഫുട്പാത്തുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് രാവിലെയൊക്കെ നല്ലോണം ഒരു കുഴപ്പമില്ലാതെ നടക്കാനൊക്കെ പറ്റും. ഇത് പോവിക്കുന്ന ഒരു കടയിൽ നിന്ന് എടുത്തതാണ്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവിടെ പൂക്കൾ ധാരാളമായിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും. എല്ലാ ടൈപ്പ് പൂക്കളും കാണും. രാവിലെ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോഴത്തേന് ഈ പൂക്കളൊക്കെ തീരും. പിന്നെ വൈകിട്ട് വീണ്ടും പൂക്കൾ അവർ ശേഖരിച്ച് വെക്കുന്നതാണ്. ഇത് പച്ചക്കറി മാർക്കറ്റാണ്. പച്ചക്കറിയൊക്കെ നമുക്ക് നല്ല വിലക്കുറവിൽ തന്നെ ഇവിടെ കിട്ടും. എല്ലാം ചീപ്പ് റേറ്റാണ്.
അടിപൊളി ക്യാരറ്റുകളും നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും. കിഴങ്ങൊന്നും വേണ്ട, തക്കാളി വാങ്ങിച്ചു. ഇതാണ് ഞങ്ങൾ മീൻ വാങ്ങിക്കുന്ന സ്ഥലം, മീൻ വാങ്ങിക്കുന്ന സ്റ്റാള്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനുകളും ഒന്നും ഇവിടെ കിട്ടത്തില്ല. ഇനി ഇവിടെ മാത്രമായിട്ട് കിട്ടുന്ന ചില മീനുകളും ഉണ്ട്. അത് വലിയ ആകോലിയൊക്കെ ഇരിപ്പുണ്ട്. ഇത് കട്ടള എന്ന് പറയുന്ന ഒരു ടൈപ്പ് മീനാണ്. ഇതിവിടെ ധാരാളമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്. പിന്നെ ഞണ്ട്, അയല, മത്തിയൊക്കെ, മത്തി ഇന്നും ഇല്ല, മത്തിയൊക്കെ കാണും. പിന്നെ കണമ്പ് ധാരാളമായിട്ട് കിട്ടും. കരിമീൻ, നല്ല നല്ല കരിമീൻ കിട്ടും. പിന്നെ പേരറിയാത്ത ഒരുപാട് മീനുകളുണ്ട്. ഇത് നമ്മുടെ കിളിമീൻ എന്ന് ചുമന്ന മീൻ എന്നൊക്കെ പറയുന്ന മീനാണിത്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള മീനൊക്കെ വാങ്ങി, മീനൊക്കെ വെട്ടി എല്ലാം ക്ലിയറാക്കി തരും. അതൊരു വലിയ ഭാഗ്യമാണ്. വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി ബുദ്ധിമുട്ടണ്ട. അപ്പം മീനൊക്കെ കിട്ടി, മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരികെ വന്നു. ഇനി നമുക്കൊരു മീൻ ഫ്രൈ ചെയ്യുന്നത് കാണാം. അപ്പം ഞാനെങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നതെന്നുള്ളത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെട്ടിക്കിട്ടിയ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയത് ഇപ്പോഴത്തെ മീനുകൾ, പണ്ടൊക്കെ കല്ലുപ്പിട്ട് കഴുകിയാൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ മീനുകൾ അങ്ങനെയല്ല. നമ്മൾ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചേക്കണം. ആ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർന്ന് അതിനകത്തുള്ള ഇപ്പോൾ എന്തൊക്കെയോ മരുന്നുകളൊക്കെ അടിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണെന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ ഒരു വിശ്വാസത്തിന് അത് ആ രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഈ മീൻ എല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി വെക്കും. പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3-4-5 കഷ്ണം ചെറുള്ളി ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്നത് ഒരു 1.5 ടീസ്പൂൺ
മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. നമ്മുടെ ഒരു 1/2 ടീസ്പൂൺ, ഒരു അല്ല ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി എടുക്കണം. പിന്നെ എടുത്തത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇപ്പം നമ്മുടെ ഈ മീൻ വറുക്കുന്നതിന് ഒരല്പം ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. മീൻ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും രുചിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ രീതിയിലൊന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചതിന് ശേഷം ഈ പൊടിവകകൾ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കണം. അപ്പം എല്ലാം നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത മീനിനകത്തോട്ട് ഈ അരപ്പുകൾ പുരട്ടാം. കരിമീനെ അരപ്പ് പുരട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരല്പം ഉപ്പ് പൊടി ഇട്ട് കരിമീനൊന്ന് പുരട്ടിയെടുക്കണം. ഒരല്പം ഉപ്പ് പൊടി ഇട്ട്, കാരണം അരപ്പിലുള്ള ഉപ്പ് മാത്രം കൊണ്ട് നമ്മുടെ കരിമീൻ ഉപ്പ് പിടിക്കത്തില്ല. അപ്പം നമ്മൾ അതിന് മുന്നേ ഒരല്പം ഉപ്പിട്ട് ഒന്ന് തടവിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ അരപ്പ് കരിമീൻ പുരട്ടി വെക്കാൻ. അപ്പം നന്നായിട്ട് ഉപ്പും അരപ്പും പിടിച്ച് കരിമീൻ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഉപ്പിൻ്റെ ഒരു കുറവ് കരിമീനിന് അനുഭവപ്പെടും. അങ്ങനെ വരാതിരിക്കാനാണ് കരിമീൻ ഒരല്പം ഉപ്പ് നേരത്തെ ചേർക്കുന്നത്. അങ്ങനെ എല്ലാ മീനുകളും ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിൽ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ അരപ്പൊക്കെ ഇതൊന്ന് പിടിച്ച് കിട്ടും. അപ്പം നമ്മുടെ മീനൊക്കെ അരപ്പ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ മീൻ വറുക്കുമ്പോഴാണ് നല്ല മണവും രുചിയും കിട്ടുന്നത്. അപ്പം മീനൊന്ന് കിടക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എങ്കിലേ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ, നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പം ഉച്ചയൂണിന് വേണ്ടിയിട്ടാണ് മീൻ വറുക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള മീനെ വറുക്കുന്നുള്ളൂ. കാരണം മീൻ എപ്പോഴും നമ്മൾ ചൂടോടെ വറുത്ത് കഴിക്കുമ്പോഴാണ് അതിനൊരു, മീനായാലും ഇറച്ചിയായാലും ഒക്കെ നമ്മൾ ചൂടാക്കി കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മൾ മീൻ ചൂടാക്കി എടുക്കുന്നതിനൊക്കെ നല്ലത് ആ സമയങ്ങളിൽ വറുക്കുന്നതാണ്. അപ്പം നമ്മുടെ മീൻ എല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മീനും നമ്മുടെ ആകോലിയും ചെമ്മീനുമാണ് ഞാനിപ്പം വറുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇതിനെല്ലാം കോരിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കരിമീനിട്ട് വറുത്തെടുക്കാം. അത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലുള്ള ആ പൊടിയെല്ലാം ഞാൻ നീക്കിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കരിമീൻ ഇടുമ്പോൾ ആ പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് കരിഞ്ഞ് കരിമീൻ്റെ ടേസ്റ്റ് കൂടെ പോവും. അതിന് വേണ്ടിയിട്ട് ആ പൊടികളെല്ലാം നമ്മൾ അന്നേരം തന്നെ കോരിയെടുക്കണം. ഞാൻ കരിമീനും ഇട്ട് കരിമീൻ നല്ല മുരിച്ച് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം പൊള്ളുമ്പം തന്നെ ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കരിമീൻ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ മീനും ഒക്കെ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ഈ തീ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുത്ത് വേണം ചെയ്യാൻ. ഒരേ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. അപ്പം നമുക്ക് ആ കറക്റ്റ് വേവ് കിട്ടത്തില്ല. ഹൈ ഫ്ലെയിമിലിട്ടാൽ വേവ് കിട്ടത്തില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഇട്ട് വേണം നമ്മൾ മീനൊക്കെ വറുത്തെടുക്കാൻ. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.